24 സൂപ്പർ എക്സ്ക്ലൂസീവ്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെ കടത്തി ലൈംഗിക ചൂഷണം നടത്തിയ കേസിലെ മുഖ്യപ്രതി സിന്ധുവിന്റെ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് 24-ന്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചുകൊടുത്ത് ശരീരത്തിന് വിലയിടുന്നതിന്റെ തെളിവാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും പരാതിക്കാരി 24-നോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവും ഉണ്ട്, ആശങ്കയുണ്ട്. കാര്യം നമ്മൾ അത്രയും അനുഭവിച്ചിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാര്യം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അവരുടെ വീട്ടിലെ ആൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നു എന്നതിൽ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ കേസിലെ പ്രധാന പ്രതിയായ സിന്ധുവിന്റെ സ്ക്രീൻഷോട്ടാണ്. സിന്ധു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ഒരാൾ എടുത്ത അല്ലെങ്കിൽ അവർ മറ്റൊരാളുമായി പങ്കുവച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടാണ്. അതിൽ പെൺകുട്ടികളുടെ ചിത്രം അയച്ചു കൊടുത്ത് അതിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ രൂപ പറയുന്നതാണ് ആ സ്ക്രീൻഷോട്ടിലുള്ളത്. അങ്ങനെയാണ് സിന്ധുവിന്റെ കച്ചവടം നടന്നിരുന്നത്, അല്ലെങ്കിൽ സിന്ധു ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് ഈ സ്ക്രീൻഷോട്ടുകൾ. ഈ സ്ക്രീൻഷോട്ട് അടക്കം പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ഒരു പ്രതികരണവും കൂടി വന്നിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ നിലപാട് അവർ സ്വീകരിക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഈ കേസിൽ ഇനി കൂടുതൽ പ്രതികളുണ്ട് എങ്കിൽ അവരെ കൂടി കണ്ടെത്തണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, അത് ശരിയല്ല, അടിസ്ഥാനരഹിതമാണ്, അതിൽ ആശങ്കയുണ്ട് എന്നുകൂടി പരാതിക്കാരി വ്യക്തമാക്കുകയാണ്. ഇതിൽ ഇന്ന് സിന്ധുവിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കസ്റ്റഡിയിൽ ലഭിക്കുന്നതനുസരിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്ന വഴി കൂടുതൽ ആളുകളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയും സിന്ധു പോലീസ് പങ്കുവെക്കുന്നുണ്ട്. കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഷംല റഹ്മത്ത്, അവരെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം കൊച്ചിയിലെ ഗുണ്ടാ ബന്ധവുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണം നടക്കുന്നു. അതിൽ ചില ഗുണ്ടാ നേതാക്കളെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഈ സംഘവുമായി ബന്ധമുള്ള അവരിലേക്ക് ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം സീരിയൽ താരങ്ങൾ, ഈ ഇവന്റ് മാനേജ്മെന്റ് ഭാഗമായി പ്രവർത്തിക്കുന്ന സീരിയൽ താരങ്ങളുണ്ട്, അവരിലേക്കും അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വിശദമായി മൊഴിയെടുക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, അപ്പോൾ വിഷ്ണു, ഇതിലെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പിന്നിൽ ഇവർ മാത്രമാണോ? ഈ പറയുന്ന പിടികൂടിയ പ്രതികൾ മാത്രമാണോ? സിന്ധുവോ ബിന്ദുവോ ഒക്കെ മാത്രമാണോ? ഇതിന് പിന്നിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന വൻമരങ്ങളുണ്ടോ? തുടങ്ങിയ വളരെ വിശദമായ അന്വേഷണം അത് ആവശ്യപ്പെടുന്നുണ്ട് ഈ കേസ്. വിഷ്ണു, ഹാഷ്മി, ഉറപ്പായും വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്, അതിലൊരു തർക്കവുമില്ല. അത്തരത്തിൽ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. SIT രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 5 പേരെയാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേരെ കൂടി കിട്ടാനുണ്ട്. അത് പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച്, കേസിന്റെ സ്ഥിതി അനുസരിച്ച് അതിൽ നിലവിൽ മാസ്റ്റർ പ്ലാൻ എന്ന് കരുതുന്നത് സിന്ധുവാണ്. പക്ഷേ സിന്ധുവിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു സംഘമുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പോലീസിനുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ സിന്ധുവിനെ വിശദമായി ചോദ്യം ചെയ്യണം. അങ്ങനെ സിന്ധുവിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഈ ശ്രേണിയുടെ വലിപ്പം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക്, ദുബായിലേക്ക് അടക്കം കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു വലിയ ശ്രേണിയാണ്. അതിൽ ഇനി ആരൊക്കെ വരും എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് കേരള പോലീസിൽ മാത്രം ഈ അന്വേഷണം ഒതുങ്ങുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വളരെ ശക്തമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പിൽ നിന്നൊക്കെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ വ്യാപ്തി, അതിന്റെ തോത്, അതിന്റെ സമഗ്രത ഒക്കെ വരും ദിവസങ്ങളിൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അന്വേഷണം ഒരു തരത്തിലും തെറ്റായ ദിശയിലേക്ക് പോകില്ല, കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഈ കേസിലെ ഏറ്റവും അവസാനത്തെ പ്രതിയെയും പിടികൂടും എന്ന ആത്മവിശ്വാസമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഈവന്റ് മാനേജ്മെന്റ് മറവിലാണ് നടന്നിരുന്നത്. ഈവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സീരിയൽ താരങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അങ്ങനെ എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉറപ്പാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.